ഓടിക്കിടന്ന് വർക്കൗട്ട് മാത്രം ചെയ്തിട്ട് കാര്യമില്ല. നിങ്ങൾ കറക്റ്റായിട്ട് റിക്കവർ ആയിട്ടില്ലെങ്കിൽ നിങ്ങളുടെ ഹോർമോൺ ഇംബാലൻസ് ആവും, മസിൽസ് വീക്കാവും, പിന്നെ ഇമ്മ്യൂൺ സിസ്റ്റം വരെ വീക്കാവും. അത് മാത്രമല്ല ഗെയിംസിനെ ഇത് നല്ല രീതിയിൽ അഫക്ട് ചെയ്യും. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, വീഡിയോ സ്കിപ്പ് ആക്കാണ്ടിരിക്കുക. കംപ്ലീറ്റ്ലി നാച്ചുറൽ ആയിട്ട് ഫാസ്റ്റ് റിക്കവറിക്ക് സഹായിക്കുന്ന കുറച്ച് കാര്യങ്ങൾ പറഞ്ഞുതരാം. അതിന് മുമ്പ് നമ്മളെ പേജ് ഒന്ന് ഫോളോ ചെയ്ത് വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് വെച്ചു, യൂസ്ഫുൾ ആവും. ഒന്നാമത്തെ കാര്യം, വർക്കൗട്ട് കഴിഞ്ഞ് കറക്റ്റായിട്ട് ന്യൂട്രീഷൻ കൊടുക്കുക. പ്രോട്ടീനും കാർബും ഒക്കെ എങ്ങനെ പ്രോപ്പറായിട്ട് കൊടുക്കണമെന്ന് ഞാൻ നേരത്തെ റീൽ ചെയ്തിട്ടുണ്ട്. കണ്ടില്ലാത്തവർ ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്യുക, ലിങ്ക് താഴെ കാണും. പിന്നെ നട്ട്സ്, ബട്ടർ പോലത്തെ ഹെൽത്തി ഫാറ്റ്സ് ആഡ് ചെയ്യുക. വർക്കൗട്ടിന് തൊട്ട് പിന്നാലെ കൊടുക്കരുത്, കാരണം അത് ഡൈജഷൻ സ്ലോ ആക്കും. അതുകൊണ്ട് കുറച്ച് കഴിഞ്ഞ് ഫുഡിന്റെ കൂടെ ആണാക്കണം. അത് രണ്ടാമത്തെ കാര്യം, എനിക്ക് ഇച്ചിരി ടാസ്ക് ഉള്ള കാര്യമാണ് 7 to 9 hours. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, കാരണം ഓവറോൾ റിക്കവറി അതുപോലെ തന്നെ ഹോർമോൺ പ്രൊഡക്ഷനും ഒക്കെ നടക്കുന്ന ഈ സമയത്താണ്. മൂന്നാമത് വർക്കൗട്ട് ചെയ്യുമ്പോഴും അതിന് മുമ്പും ശേഷമൊക്കെ ആവശ്യത്തിന് വെള്ളം കുടിക്കുക, കാരണം ഹൈഡ്രേറ്റഡ് ആയിരിക്കുന്നത് മസിൽ റിക്കവറിക്ക് അതുപോലെ തന്നെ ക്രാംസിനും ഒക്കെ നല്ലതാണ്. നാലാമത്തത് മിക്കവാറും ചെയ്യാൻ മടിക്കുന്ന സംഭവമാണ് വർക്കൗട്ടിന്